ഹായ് കൂട്ടുകാരെ, മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട കടച്ചക്ക കൊണ്ട് നമുക്കൊരു വിഭവം നോക്കിയാലോ. ആദ്യം കടച്ചക്ക ചെറുതായി അരിയുക. അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളി, അതായത് ചുവന്നുള്ളി, 2-3 പച്ചമുളകും എരിവിന് ആവശ്യത്തിന്. എന്നിട്ട് ഒരു ചട്ടി വെച്ച് ചട്ടിയിലെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതോടൊപ്പം തന്നെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് 2 വറ്റൽമുളക് അതും കൂടി ഒന്നിട്ട് മൂപ്പിക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും മുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റുക. അതിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക, ശീമച്ചക്കയെന്നും ചിലടത്ത് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് പറയണേ. ശീമച്ചക്കയിട്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷേ ഇത് ക്ലിപ്പിൽ വന്നിട്ടില്ല. ഇതിനാവശ്യമായ ഉപ്പും ചേർത്ത് കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെച്ച് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഏതൊരു പച്ചക്കറിയും വെള്ളം ചേർക്കാതെ വെക്കുമ്പോഴാണ് കൂടുതൽ രുചി. ഇതിനു വേണ്ടി കുറച്ച് തേങ്ങ, അതിൻ്റെ കൂടെ 2-3 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് ചെറിയ ജീരകവും കുറച്ച് ഉലുവയും ചേർത്ത് വഴറ്റുക അല്ല, വറുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വല്പം വെളിച്ചെണ്ണ ഞാൻ തൂക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി കടച്ചക്ക നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആവിവെള്ളം മതിയാകും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇളക്കി അടച്ച് വെക്കുക. തേങ്ങ ചെറിയ തീയിലിട്ട് വേണം വറുക്കാൻ, അല്ലേ അതും കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ അതിൻ്റെ രുചി മൊത്തത്തിൽ മാറും. അപ്പോൾ ഒന്ന് ചെറിയ തീയിലിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക. മൂത്ത് കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, മുളക് പൊടി ഒരു 2 ടീസ്പൂണ്, മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂണ് ഇട്ട് ഒന്ന് ഇളക്കി വെക്കുക. കാരണം ആ പാത്രത്തിൻ്റെ ചൂടുണ്ടാകുമല്ലോ. തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഒന്ന് പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ പറയാൻ വിട്ടു, നമ്മൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി വെള്ളത്തിലിടണം കേട്ടോ. ആദ്യം വെള്ളം ചേർക്കാതെ നമ്മളൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഒന്ന് പൊടിഞ്ഞെന്ന് കാണുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഊറ്റി പാകത്തിന് അരച്ചെടുക്കണം. ഈ ഒരു പാകം മതിയാവും. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായിരുന്നു, കാരണം എൻ്റെ തണുക്കണമായിരുന്നു തേങ്ങ വറുത്തത്. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഇപ്പോഴാണ് ഓണാക്കിയിട്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ കടച്ചക്കയിലോട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടെ നല്ലപോലെ പിഴിഞ്ഞ് മിക്സിയുടെ ജാറ് കഴുകി സാധാരണ മലയാളികൾ ചെയ്യുന്നത് പോലെ അതിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ ഒരു തീയൽ അല്ലെങ്കിൽ ഒരു വറുത്തരച്ച കറി എന്ന് പറയുമ്പോൾ കുറച്ച് കുറുകിയതാണ് നല്ലത്. അപ്പം ഞാൻ ഇതിൽ തക്കാളി ഇട്ടില്ല, വാളൻപുളിയാണ് നമ്മൾ ചേർത്തത്. ആവശ്യത്തിന് പുളി ഉണ്ടാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വെച്ചത്. നമ്മുടെ സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള കക്കയിറച്ചിയല്ല, കടച്ചക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. നല്ല കുത്തരി ചോറിൻ്റെ കൂടെ ഇത്